ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? പല സ്ഥലത്തും അലർട്ട് വന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ചില സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളിൽ പ്രത്യേകിച്ചും അലർട്ട് വന്നു. പക്ഷേ അത് ഇത്തരം സാഹചര്യത്തിൽ വരുന്ന യൂഷ്വൽ അലർട്ടുകളാണ്. പറയൂ. അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല. രാജ്യത്താകമാന നൽകിയിരിക്കുന്ന അലർട്ടിന്റെ ഭാഗമായി തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള അലർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രപ്രധാന പ്രദേശങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായി സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് പ്രത്യേക സുരക്ഷാ ഏജൻസിയുടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ RPFന്റെ നേതൃത്വത്തിൽ തന്നെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ സുരക്ഷാ ചെക്കിങ്ങുകൾ, സുരക്ഷാ പരിശോധനകൾ എന്നിവയാണ് നടത്തുന്നത്. ഒപ്പം വിമാനത്താവളം എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും മറ്റും സുരക്ഷകൾ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ നാവിക സേനകളുടെ പരിശോധനകൾ അത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിലടക്കം 15ഓളം തന്ത്രപ്രധാന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കൂടുതൽ സുരക്ഷ വേണം. ആ രീതിയിൽ കൂടുതൽ സുരക്ഷാ നിരീക്ഷണങ്ങൾ കൊച്ചിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണ നാവികസേന ആസ്ഥാനം അടക്കമുള്ള മേഖലയിൽ കൃത്യമായ സുരക്ഷ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിൽ കേരളത്തിലും ജാഗ്രതയുണ്ട്. കേരളത്തിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ RPFന്റെ പ്രത്യേക സുരക്ഷാ പരിശോധനകളുള്ളത്. ബോംബ് സ്ക്വാഡ്, ഒപ്പം മറ്റ് സംശയം തോന്നുന്നവരെ പരിശോധിക്കുക, അത്തരമുള്ള റുട്ടീൻ പരിശോധനകൾ, റുട്ടീൻ മോക്ക് ഡ്രില്ലെല്ലാം നടക്കുമ്പോൾ ഉണ്ടാകുന്ന റുട്ടീൻ പരിശോധനകൾ തന്നെയാണ്. അത്തരത്തിൽ പ്രത്യേക ഒരു ഭയപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല. അത്തരത്തിൽ ജനങ്ങളാരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. രാജ്യത്താകെ നൽകിയിരിക്കുന്ന ഇപ്പോൾ ഒരുപക്ഷെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള സാഹചര്യമെല്ലാം എല്ലാവരും മുന്നിൽ കാണേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന റുട്ടീൻ പരിശോധനയുടെ ഭാഗമായുള്ള ജാഗ്രതയാണ് ഇപ്പോൾ കേരളത്തിലും ഉള്ളത്. SKN. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.